ഈ ഹിന്ദി ആദ്യം ചെയ്ത മൂവി അതിലേക്ക് ഇങ്ങനെ ഓഡിഷൻ ത്രൂ ആണോ പോയത്, അതോ ചെറുപ്പം മുതൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നോ, ഒരു ആർട്ടിസ്റ്റ് ആവണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ, അതെയോ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ വന്ന് പെട്ടതാണോ? ഇത് എൻ്റെ അനിയത്തിയാണ് ആദ്യം തുടങ്ങിയത്. അവള് ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് കണ്ടു ഇങ്ങനെ ഫോർ എ ക്യാരക്ടർ റോൾ ഒരു ഓഡിഷനുക്ക് വേണ്ടി. എന്നിട്ട് അവൾ അതിൽ കയറി ജാനം സംജാ കറോ എന്ന് പറഞ്ഞ പടത്തിലാണ് അവൾ അഭിനയിച്ചത് ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ്. ഓക്കെ. പിന്നെ ആ പടത്തില് സൽമാൻ ഖാൻ ആൻഡ് ഊർമിള മാത്തോൻകർ ഉണ്ടായിരുന്നു. ആ പാട്ട് ജാനം സംജാ കറോ. സെയിം പടം. സോ ആ പടത്തില് ഞാൻ എൻ്റെ അനിയത്തിയോട് ഞാൻ പോവും ലൊക്കേഷൻ ഷൂട്ടിങ്ങിലൊക്കെ. അതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഐ റിയലി വോണ്ട് ടു ഡു ദിസ്. ഒരു ഇഷ്ടം. ഒരു ഇഷ്ടം തോന്നി. ഐ തിങ്ക് ഐ വിൽ ബി ഗുഡ് ഫോർ ദിസ്. ഓക്കെ. അങ്ങനെ തോന്നി. ഐ തോട്ട് ഐ വിൽ ബി ഏബിൾ ടു ഒരു ആക്ട്രസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഹീറോയിൻ അല്ല ഞാൻ ആലോചിച്ചത്, ഒരു ആക്ടർ ആക്ടിങ് എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഫീലിംഗ് തോന്നി. എന്നിട്ട് അത് ഞാൻ എൻ്റെ അമ്മയച്ഛനോട് ഷെയർ ചെയ്തു. പെട്ടെന്ന് ഞാൻ എൻ്റെ തടി കുറഞ്ഞിട്ട് ഐ ഗോട്ട് ഇൻ ടു ഷേപ്പ് ഫോർ ഇറ്റ്. കാരണം നമുക്ക് റോ മെറ്റീരിയൽസ് ഉണ്ടാവണമല്ലോ. ഒരു 6 month പ്ലാൻ എടുത്തു. ഏതുപോലത്തെ റോൾസ് എനിക്ക് ചെയ്യണം, എങ്ങനെ എനിക്ക് ഡ്രസ് ചെയ്യാനുണ്ട്, അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു നല്ല ഫോട്ടോഗ്രാഫറിന് അടുത്ത് പോയിട്ട് ഒരു ചെറിയ കോഴ്സും ചെയ്തു അവരോട്. ആക്ടിങ്ങിനുള്ള ഒരു ഇറ്റ് വാസ് എ വെരി ഇൻഫോർമൽ പോലത്തെ കോഴ്സ് ആയിരുന്നു അവരുടെ സ്റ്റുഡിയോയിൽ തന്നെ. വേറെയും കുറെ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു കൂടെ, ചില നല്ല ആക്ടേഴ്സ്, സച്ചിൻ ഖേഡേക്കർ പോലത്തെ ചില നല്ല ആക്ടേഴ്സ് വന്നിട്ട് അതിൽ ലെക്ചേഴ്സും എടുത്തു. സോ ഇറ്റ് വാസ് എ വെരി എഡ്യൂക്കേറ്റീവ് സ്റ്റാർട്ട്. അതിന് എനിക്ക് എൻ്റെ ആ ഡിസിഷൻ കറക്റ്റ് ആണെന്ന് ഒരു ഫീലിംഗ് കിട്ടി. സോ ദ ബിഗിനിങ് വാസ് ഗുഡ്, ഇറ്റ് വാസ് പ്ലാൻഡ്, ഇറ്റ് വാസ് ഗുഡ്. എന്നിട്ട് പിന്നെ ഫോട്ടോസിലേക്ക് പോയി. ഫോട്ടോസ് ചെയ്യുന്ന സമയം നമുക്ക് ഏതുപോലത്തെ എക്സ്പ്രഷൻസ് വേണം, എങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയവും ഉണ്ടായിരുന്നു. സോ വിത്ത് ദാറ്റ് ഒരു തറോ സ്റ്റഡിയോടാണ് ഇതിൽ കയറിയത്. വെരി ഗുഡ്. സോ ദെൻ ദ റിസൾട്ട് വാസ് കറക്റ്റ്. ഞാൻ ഏതൊക്കെയാണ് ടാർഗറ്റ് ചെയ്തതോ അതെല്ലാ മാർക്കറ്റ്സിലും ഐ കുഡ് റീച്ച്. ആഡ്സ് ആയിരുന്നു ടാർഗറ്റ്, ആങ്കറിങ് ആയിരുന്നു ടാർഗറ്റ്, പിന്നെ ടി വിയിൽ കുറേയൊക്കെ ടി വി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് തോന്നി ഈ ഒരു എക്സ്പീരിയൻസ് ആയ ശേഷം എനിക്ക് തോന്നി നൗ ഐ എം റെഡി ഫോർ മൂവീസ്. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് ഇപ്പോൾ മൂവീസിലേക്ക് കയറാം. അച്ഛൻ്റെ അമ്മയുടെ ഒരു പെർമിഷനും അവരുടെ ഒരു സപ്പോർട്ട് റെഡി ആയപ്പോൾ ദെൻ ഐ വെന്റ് ഓൺ ടു മൂവീസ്. ഇത്രയും ഒരു പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്ര ഭംഗിയായിട്ടുള്ള ആ ഒരു ജേർണി എക്സ്പ്ലെയിൻ ചെയ്തതും അത് എക്സ്പീരിയൻസ് ചെയ്തതും ഒരു പക്ഷേ മീര തന്നെയായിരിക്കും. ശരിക്കും ആ ഒരു എഫേർട്ടിനും അതായത് കറക്റ്റായിട്ട് എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ചെയ്തതിന്റെ ഒരു റിസൾട്ടാണ് ഫൈനലി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിനൊരു നല്ലൊരു കൈയടി ഞങ്ങൾ നൽകുകയാണ്.